السلام عليكم ورحمة الله وبركاته. فمرحبا بكم إلى فصل جديد للصف الثاني. فأنتم في بعد إجازة ഓണം في المدرسة من جديد. സ്കൂളിലേക്ക് ഓണത്തിന് ശേഷം നമ്മൾ പുതിയതായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ. في الفصول الماضية فهمنا الوحدتان അല്ലേ, الوحدتين, രണ്ട് വഹദകൾ നമ്മൾ പഠിച്ചു അല്ലേ. نحن اليوم ندرس أو ندخل إلى ماذا؟ إلى وحدة جديدة. طلابي السلام عليكم ورحمة الله وبركاته. مرحبا بكم. മക്കളെ വീണ്ടും ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. فأنتم بعد إجازة ഓണം ذهبتم أو رجعتم إلى مدرستكم أو ذهبتم أو جئتم. സ്കൂളിലേക്ക് വീണ്ടും വന്നു അല്ലേ. ഓണത്തിന് ശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മാതാ ഫഹിംന ഔ ദറസ്ന വഹദത്തൈനി, രണ്ട് യൂണിറ്റ് നമ്മൾ പഠിച്ചു. അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഈ ചാനലിൽ തന്നെ സ്റ്റാൻഡേർഡ് 2 അറബിക് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ മക്കളെ. മക്കളെ ക്ലാസ്സുകൾ പോയി കാണണം, എല്ലാ ക്ലാസ്സുകളും കേട്ടോ. ഇപ്പോൾ ചാനലിൽ ആദ്യമാണെങ്കിൽ മക്കൾ സബ്സ്ക്രൈബ് ചെയ്യില്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ്, നമ്മൾ നദ്ഖുൽ ഇലാ അൽ വഹദത്തിൻ ജദീദ വൽ വഹദത്തു സാലിസ. വഹദത്തു സാലിസ സലാസ എത്രയാണ് മക്കളെ? 3 അല്ലേ. നമ്മളിന്ന് മൂന്നാമത്തെ യൂണിറ്റിലേക്ക് കിടക്കുകയാണ്. മാ ഇസ്മുൽ വഹദ ഹുന, ഇസ്മുൽ വഹദത്തി മദാ അൽ വതനുൽ ഹബീബ്. അൽ വതനുൽ ഹബീബ്. മാ ഹുവൽ വതൻ? മാ ഹുവൽ വതൻ? നിങ്ങൾ അസംബ്ലി നിൽക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അൽ ഹിന്ദു വതനി. അറബിയിൽ എന്താണ്, നമ്മളെ പ്രതിജ്ഞ ചെല്ലുമ്പോൾ കേട്ടിട്ടില്ലേ? അൽ ഹിന്ദു വതനി. എന്താ ഹിന്ദ്? ഹിന്ദ് എന്താണെന്നറിയോ? ഹദാഹുൽ ഹിന്ദ്. ഹിന്ദ് എന്താ? ഹിന്ദ് എന്ന് വെച്ചാൽ ഇന്ത്യ. അൽ ഹിന്ദു വതനി. വതൻ എന്ന് വെച്ചാൽ ഇപ്പം എന്താന്ന് മക്കളെ പറയ്? നാട് അല്ലേ. അൽ ഹിന്ദു വതനി, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമുക്കിവിടെ ഇതിൻ്റെ പേരെന്താ പറഞ്ഞ? അൽ വതൻ അൽ ഹബീബ്. നിങ്ങളുടെ വതൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നിങ്ങളുടെ ഹബീബാണ് അല്ലേ. ഹബീബ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട നാട്, പ്രിയപ്പെട്ട നാട്. മാ വതനുക്കുമുൽ ഹബീബ്. നിങ്ങളുടെ പ്രിയപ്പെട്ട നാട് ഏതാണ്? അൽ ഹിന്ദ്, ഇന്ത്യയാണ് അല്ലേ. ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ ആവണം കേട്ടോ. നമ്മുടെ നാട് ഏതാണ്? അൽ ഹിന്ദ്. അൽ ഹിന്ദ്. ഹിന്ദ് എന്ന് വെച്ചാൽ ഇന്ത്യ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ 3-4 പാഠങ്ങളുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അവലൻ യൗമുൽ ഇസ്തിഖ്ലാൽ. യൗമുൽ ഇസ്തിഖ്ലാൽ. മാ യൗമുൽ ഇസ്തിഖ്ലാൽ? എന്താണ് മക്കളെ യൗമുൽ ഇസ്തിഖ്ലാൽ? യൗമുൽ ഇസ്തിഖ്ലാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആഘോഷിച്ചു, കഴിഞ്ഞ മാസം അല്ലേ. അൽ ഖാമിസ് അശറ മിൻ അഗസ്തസ്. ഓഗസ്റ്റ് 15. ഓർമ്മയില്ല? ഇതായിരിക്കും, കണ്ടില്ലേ? ഇത് കണ്ടിട്ടില്ലേ? ഹദ അഗസ്തസ് 15. ഓഗസ്റ്റ് 15 അല്ലേ, ഇൻഡിപെൻഡൻസ് ഡേ. എന്താണ്? സ്വാതന്ത്ര്യദിനം. അതിനാണ് നമ്മൾ എന്ത് പറയുക? യൗമുൽ ഇസ്തിഖ്ലാൽ. യൗമുൽ ഇസ്തിഖ്ലാൽ പഠിച്ചതാണ് അല്ലേ. യൗമുൽ ഇസ്തിഖ്ലാൽ അതാണ് നമ്മുടെ ഈ പാഠത്തിലെ, ഈ യൂണിറ്റിലെ 1ാമത്തെ പാഠം. അദ്ദറസുൽ അവൽ. വഹുനാക മൻ ഹാദാ. ഇതാരാണ് മക്കളെ? നമുക്ക് ആരാ നോക്കാം അല്ലേ. ഹയ്യ നുഷാഹിദ് വീഡിയോ. നമുക്കൊരു വീഡിയോ കാണാം. വീഡിയോ കാണുമല്ലേ? നോക്കാട്ടാ, ശ്രദ്ധിക്കുക.
ഇവരാരാണ് മക്കളെ? ഇവരാരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഹും ജുന്തിയൂൻ. ജുന്തിയൂൻ മാതാ ജുന്തിയ്. ജുന്തി എന്ന് വെച്ചാരാ? സൈനികരാണ് അല്ലേ. മൻഹും ജുന്തിയു അയ്യുവത്തനിൻ ജുന്തിയുൽ ഹിന്ദ്. ഇന്ത്യയിലെ സൈനികരാണ് ഇവർ അല്ലേ. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട്? മാതാ യഫ്അലു അൽ ജുന്തിയു ലിൽ വതൻ. നമ്മുടെ നാടിന് വേണ്ടി ഈ ജുന്തി എന്താ ചെയ്യുന്നത്? നമുക്ക് നോക്കാം. എന്താ അവര് എന്ത് ചെയ്യുന്നു? അന്നഹും യഹ്ഫദൂന അൽ ഹുദൂദ് അൽ വതൻ. നമ്മുടെ നാടിൻ്റെ അതിർത്തിയാണ്. അതിർത്തി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നാടിന് ഓരോ നാടിൻ്റെയും അറ്റമുണ്ട് അല്ലേ. ഒരു നാടും വേറൊരു നാട്, ഇപ്പോൾ ഇന്ത്യയും അല്ലെങ്കിൽ വേറൊരു ചൈനയും ഇന്ത്യയും തമ്മിൽ വേർതിരിക്കുന്ന ഒരറ്റമുണ്ട്. അതിനെയാണ് നമ്മൾ അതിർത്തി എന്ന് പറയുക. അപ്പോൾ ഇന്ത്യ നമ്മുടെ നാടിനെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കാക്കുന്നത് ആരാണ്? ഈ ജുന്തിയാണ് അല്ലേ. ജുന്തിയാണ്. അവരവിടെ അതിർത്തിയിൽ നിൽക്കുന്ന പടമാണത്. हर पल मुस्तैद, दिन के 24 घंटे, साल के 365 दिन, तपते रेगिस्तान സംരക്ഷിക്കുകയാണ്. ഇതിൻ്റെ അതിർത്തിയിൽ ഇങ്ങനെ നിന്ന് സംരക്ഷിക്കുകയാണ് അല്ലേ. ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. മക്കൾ പോയി കാണണം. മുഴുവൻ കാണിക്കാൻ ഇവിടെ പറ്റില്ല നമുക്ക്. ഇനി അവർ ചെയ്യുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് വേറൊരു കാര്യം അവർ ചെയ്യും. നമുക്ക് നോക്കാം. ഇത് നോക്കിക്കോട്ടാ. നമ്മുടെ കേരളത്തിൽ ഇവർ വന്നിട്ടുണ്ട്. ഇവർ വന്നിട്ട് എന്താ ചെയ്തത് നമുക്ക് നോക്കാം. മാതാ ഫഅലു, അവരെന്താ ചെയ്തത്? അന്നഹു അൻഖദ തിഫ്ലൻ മിനൽ ഫയലാനാത്ത്. ഒരു കുട്ടിയെ എന്തെന്ന് രക്ഷിച്ചു? പ്രളയത്തിൽ വന്നപ്പോൾ പ്രളയത്തിൽ പെട്ടുപോയ കുട്ടിയെ ആ വീട്ടിൽ നിന്ന് രക്ഷിച്ചത് കണ്ടില്ലേ. മൻഹും ആരാ രക്ഷിച്ചത്? ഈ ജുന്തിയാണല്ലേ. ഈ ജുന്തി. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, നമ്മൾ പ്രളയത്തിൽ ഒരാളെ രക്ഷിക്കണം നോക്കിക്കോട്ടാ. അല്ല, കാലിന് ശേഷിയില്ലാത്ത ആളാണല്ലേ. നടക്കാൻ കഴിയില്ല. അയാളെ രക്ഷിക്കുകയാണല്ലേ. അപ്പൊ നമ്മളെ ജുന്തി എന്ന് പറഞ്ഞാല് നമ്മുടെ നാടിനും നാട്ടുകാർക്കും സേവനം ചെയ്യുന്ന ആളാണല്ലേ. മൻഹും അൽ ജുന്തിയു യഖ്ദിമു ലിൽ വതനി വന്നാസ്. ജനങ്ങൾക്കും സമൂഹത്തിനും വേണ്ടി സേവനം ചെയ്യുന്നു അല്ലേ. വഹുനാക്ക ജുന്തിയുൻ. ഇവിടെ ഒരു ജുന്തിയുണ്ട്. ഈ ജുന്തിയുടെ കയ്യിൽ മൻഹും ഹുനാക്ക തിഫ്ലുൻ. ഒരു കുട്ടിയുണ്ട് അല്ലേ. കുട്ടി എന്താണ്? അൻഹു യഖാഫ്. അവൻ പേടിച്ചിരിക്കുകയാണ്. ഈ ചിത്രം നമ്മുടെ കേരളത്തിലെ മുമ്പുണ്ടായ ഒരു സംഭവമാണ് കേട്ടോ. ഫ്ലഡിലോ മറ്റോ പെട്ട കുട്ടിയെ രക്ഷപ്പെടുത്തിയ സംഭവമാണ്. അപ്പോൾ കുട്ടിയെ രക്ഷപ്പെടുത്തി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജുന്തി മനസ്സിൽ പറയുകയാണ് എന്താണ്? നോക്കേ, എന്താ പറയുന്നത്? അൻത ഫീ യദിൻ ആമിന ലാ തഖഫ്. അൻത യാ തിഫിൽ, കുട്ടി, അൻത നീ, ഫീ യദിൻ ഒരു കയ്യിലാണ്, ആമിന നീ സുരക്ഷിതമായ കയ്യിലാണ്. നീ സേഫ് ഹാൻഡ്. നീ എവിടെയാണ്? നീ സുരക്ഷിതനാണ്. ആര് കാരണമാണ്? ബിഹാദൽ ജുന്തി. ജുന്തിയ് ഈ സൈനികൻ കാരണമാണ് അല്ലേ. അപ്പൊ സൈനികൻ ആരാണ്? അവൻ അനഹും മുൻഖിദൂന, നമ്മളെ രക്ഷിക്കുന്ന ആളാണ് അല്ലേ. നമ്മുടെ ഖാദിമുന്നാസ്, ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ആളാണ് അല്ലേ. അപ്പോൾ നമ്മൾ അലൈന അന്നഹ്തരിമ ഔ മത, നമ്മൾ ഈ ആളുകളെ, ജുന്തിയായ ആളുകളെ നമ്മൾ ബഹുമാനിക്കണം. സൈന്യത്തെ നമ്മൾ ബഹുമാനിക്കണം അല്ലേ. ഇനി നമുക്ക് പുതിയൊരു പാഠഭാഗത്തിലേക്ക് കിടക്കാം. കുനാക്ക മഹദ ഹദ സഫുൻ. സഫുവ അയ്യു സഫിൻ അസഫു സ്ഥാനി. വഹുനാക്ക മുദരിസത്തുൻ. ആരത്? ഒരു മുദരിസത്തുണ്ട് അല്ലേ. മാ ഇസ്മുഹ, അവരുടെ പേരെന്താണെന്നറിയോ മക്കൾക്ക്?
ഹാദിഹി മുദരിസത്തു അൽ ഫാത്തിമ. ആരാണിത്? ഫാത്തിമയാണ്. ആരാണ്? ഫാത്തിമ ടീച്ചറാണ്, അറബി ടീച്ചർ. അന്നഹു ദഖലത് ഫി സഫി യൗമൻ. ഒരു ദിവസം നമ്മുടെ ഫാത്തിമ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. ക്ലാസ്സിലേക്ക് വന്നു നിങ്ങളുടെ ടീച്ചർ എന്താ നിങ്ങളോട് പറയൽ? ആദ്യം സബാഹൽ ഖൈർ പറയും ചിലർ അസ്സലാമു അലൈക്കും പറയും, അല്ലേ? അതിനുശേഷം ഒരു കാര്യം കൂടി ചോദിക്കുമല്ലോ. മാതാ, എന്താ ചോദിക്കുക? കൈഫൽ ഹാൽ. മാതാ കൈഫൽ ഹാൽ. കൈഫൽ ഹാൽ എന്ന് പറഞ്ഞാൽ മക്കൾ എന്ത് മറുപടി പറയും? സൈൻ അൽഹംദുലില്ലാ എന്ന് പറയും, ക്വൈസ് എന്ന് പറയും, ബിഖൈർ അൽഹംദുലില്ലാ എന്ന് പറയും, അല്ലേ? വി ആർ ഗുഡ്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഗോഡ് എന്താണ്? പ്രൈസ് ടു ബി ദ ഗോഡ്. എല്ലാ പ്രൈസും എല്ലാ സ്തുതിയും ദൈവത്തിനാണ്, അല്ലേ? കൈഫൽ ഹാൽ ബിഖൈർ അൽഹംദുലില്ലാ. എല്ലാവരും ചേർന്ന് അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞു. എന്ത്? സുഖമാണ്, സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞു, അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏത് ദിവസമാണെന്നറിയോ ഇത്? ഹദാ അൽ ഖാമിസ് അശറ മിൻ അഗസ്തസ്. ഓഗസ്റ്റ് 15-നാണ് നമ്മുടെ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നത്, അല്ലേ? എന്നിട്ട് ടീച്ചർ വന്നിട്ട് പറയണെന്ത്? അബ്നായി മദഖലത് അബ്നായി നഹ്തഫിലു ബിയൗമിൽ ഇസ്തിഖ്ലാൽ ഫിൽ ഉസ്ബൂഇൽ ഖാദിം. കേട്ടോ? അപ്പോൾ ശരിക്ക് എന്താണ്? ഓഗസ്റ്റ് 15 വരുന്ന ആഴ്ചയാണെന്നാണ് ടീച്ചർ പറയുന്നത്, അല്ലേ? ഇൻദമാ കസീറും മിനൽ ബർനാമിജ് ഇഅദാദുൽ അലം വഇഅദാദുൽ മജല്ല വത്തംസീൽ വൽഇൻഷാദ് ഗൈറഹ. മദഖാലത്തിൽ മുദരിസത്ത് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ മക്കളെ? അബ്നായി, മക്കളെ, നഹ്തഫിൽ, വി സെലിബ്രേറ്റ് ബിയൗമിൽ ഇസ്തിഖ്ലാൽ, വി സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ. നഹ്തഫിലു, നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. എന്ത്? യൗമുൽ ഇസ്തിഖ്ലാൽ. യൗമുൽ ഇസ്തിഖ്ലാലൊക്കെ കേട്ടിട്ടില്ലേ? നമുക്ക് കൊടി ഉയർത്തും, മിഠായി കിട്ടും, നമ്മളൊക്കെ ആഘോഷിച്ചു, അല്ലേ? ടീച്ചർ പറഞ്ഞു നഹ്തഫിൽ ബിയൗമിൽ ഇസ്തിഖ്ലാൽ ഫിൽ ഉസ്ബൂഇൽ ഖാദിം. ഫിൽ ഉസ്ബൂഇ അൽ ഖാദിം. അതാ അൽ ഉസ്ബൂഅ്. ഉസ്ബൂഅ് മാതാ? ഉസ്ബൂഅ് എന്ന് വെച്ചാൽ ആഴ്ച. അൽ ഖാദിം വരുന്ന ഏതാഴ്ചയാണ്? വരുന്ന ആഴ്ച നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോവുകയാണ്, അല്ലേ? സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ കുറേ പരിപാടികളൊക്കെ ഉണ്ടാവും, അല്ലേ? ഇൻദനാ കസീറും മിനൽ ബറാമിജ് നഹ്നു നഹ്തഫിൽ ബിയൗമിൽ ഇസ്തിഖ്ലാൽ ബികസീറും മിനൽ ബറാമിജ്. നമ്മൾ ധാരാളം, ഇൻദനാ വി ഹാവ്, കസീർ പ്ലൻറ്റി ഓഫ്, അൽ ബറാമിജ് പ്രോഗ്രാംസ്, നമുക്ക് ധാരാളം പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് എന്ന് ടീച്ചർ പറഞ്ഞു കേട്ടോ. എന്തൊക്കെ പ്രോഗ്രാമുകളാ? മാഹി അൽ ബറാമിജ്. അൽ ബറാമിജ് പ്രോഗ്രാംസ് കേട്ടോ. എന്തൊക്കെ പ്രോഗ്രാം വെച്ചാൽ അൽ ബറാമിജ് അവൽ, അൽ ബർനാമിജ് അവൽ ഇഅദാദുൽ അലം. മാ ഹുവൽ ഇഅദാദ്? ഇഅദാദ് എന്താണെന്നറിയോ മക്കളെ? തയ്യാറാക്കുക. അൽ അലം കൊടി, അല്ലേ? കൊടി, ഫ്ലാഗ് തയ്യാറാക്കുക. വഇഅദാദുൽ മജല്ല, പിന്നെന്ത് തയ്യാറാക്കണം? മജല്ല തയ്യാറാക്കണം. വത്തംസീൽ, തംസീലോ? പിന്നെ നാടകം. വൽ ഇൻഷാദ്, പിന്നെ പാട്ട്. വഗൈറുഹ, അതല്ലാത്തതെല്ലാം. അപ്പോൾ മാഹിയൽ ബറാമിജ് ഇഅദാദുൽ അലം വഇഅദാദുൽ മജല്ല വത്തംസീൽ വൽ ഇൻഷാദ്. ഓരോ ബറാമിജിൻ്റെയും പേര് മക്കൾ പഠിക്കണം. സുമ്മ അൽ അവൽ ഇഅദാദുൽ അലം, സുമ്മ ഇഅദാദുൽ മജല്ല, സുമ്മ അത്തംസീൽ, സുമ്മ അൽ ഇൻഷാദ്. കേട്ടോ? അപ്പം 4 പ്രോഗ്രാംസാണ് നടക്കുന്നത്. ഏതൊക്കെ പ്രോഗ്രാംസ്? 4 പ്രോഗ്രാംസ്. അപ്പോൾ ഓരോരുത്തരോടും പേര് ചോദിക്കുക, ആരൊക്കെ എന്തിനൊക്കെ ഉള്ളതെന്ന് ചോദിക്കുകയാണ് ടീച്ചർ. ഫവ്വലൻ കാലത്തിൽ മുദരിസത്തു, ടീച്ചർ പറഞ്ഞത് മൻ യുശാരിക് ഫി തംസീൽ. മൻ യുശാരിക് ഫി തംസീൽ, ആരാണ് തംസീൽ നാടകത്തിനുള്ളത്? നാടകം അല്ലെങ്കിൽ തംസീൽ എന്ന് പറഞ്ഞാൽ അഭിനയം എന്നൊക്കെയാണ് കേട്ടോ. തംസീൽ എന്ന് വെച്ചാൽ അഭിനയം കേട്ടോ, അഭിനയം, അഭിനയിക്കുന്നതിനാ. മൻ യുശാരിക് ഫി തംസീൽ, ആരാണ് അഭിനയിക്കാനുള്ളത്? ഫ അവൽ,
അവരെ കുട്ടി എണീറ്റു അല്ലേ, ഒരു കുട്ടി എണീറ്റു. അവനെന്താ പറഞ്ഞെന്നറിയോ? അന സൗമസ്സിൽ, ഞാൻ അഭിനയിക്കാം മഹാത്മാഗാന്ധി. ആരായിട്ട്? ഞാൻ മഹാത്മാഗാന്ധി ആവാം. അതായത് ഗാന്ധിയായിട്ട് വേഷമൊക്കെ കെട്ടിയിട്ട് വരൂലേ, അതാണ്. അന സൗമസ്സിലു മഹാത്മാഗാന്ധി, ഞാൻ ഗാന്ധിയായിട്ട് അഭിനയിക്കാം. ഞാൻ നെഹ്റുവായിട്ട് അഭിനയിക്കാൻ എങ്ങനെ പറയണം? സൗമസ്സിലു ജവഹർലാൽ നെഹ്റു അല്ലേ, ഞാൻ നെഹ്റു ആയിട്ട് അഭിനയിക്കാം. അന സൗമസ്സിലു മഹാത്മാഗാന്ധി, ഞാൻ ഗാന്ധിയായിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും പരിപാടികളുണ്ടല്ലോ. അപ്പോൾ ആരാ പറഞ്ഞത്? അജ്മൽ. അഹ്സൻതയ അജ്മൽ. അപ്പോൾ ടീച്ചറോട് അജ്മൽ പറഞ്ഞത് അഹ്സൻതയ അജ്മൽ. അജ്മലെ ഗുഡ്, വെരി ഗുഡ്. അജ്മലെ അഹ്സൻത, വെരി ഗുഡ് എന്ന് ടീച്ചർ പറഞ്ഞു. അപ്പോൾ ടീച്ചർ വീണ്ടും എന്ത് ചോദിച്ചിട്ടുണ്ടാവും? ഇതുപോലെ തന്നെ ചോദിക്കും അല്ലേ. മൻ യുഷാരിക് ഫി, അർത്ഥവർണ്ണന ചെയ്ത ഇഅദാദുൽ മജല്ല, തംസീലൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ തംസീൽ പറഞ്ഞു നമ്മൾ. അപ്പോൾ ടീച്ചർ ചോദിച്ചു സൗമസ്സിൽ ജവഹർലാൽ നെഹ്റു. അപ്പോൾ അടുത്ത ആൾ പറഞ്ഞത് സൗമസ്സിൽ ജവഹർലാൽ നെഹ്റു, ഞാൻ ജവഹർലാൽ നെഹ്റു ആയിട്ട് അഭിനയിക്കാന്ന്. മൻ ഖാല, ആരാ പറഞ്ഞത്? അപ്പോൾ ടീച്ചർ പറഞ്ഞു ത്വയ്യിബ് യാ രാഹുൽ, രാഹുലേ ഗുഡ്. അടുത്ത ആൾ എന്നിട്ട് എന്താ പറഞ്ഞത്? രാഹുൽ പറഞ്ഞു ഞാൻ ജവഹർലാൽ നെഹ്റു ആകാം. പിന്നെ അജ്മൽ പറഞ്ഞു ഞാൻ മഹാത്മാഗാന്ധി ആവാം. ഓക്കെ, അങ്ങനെ അഭിനയിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ടീച്ചർ ആദ്യം പറഞ്ഞു അഹ്സൻത്, ത്വയ്യിബ്, ഗുഡ്, വെരി ഗുഡ് എന്നാണ്. അപ്പോൾ രാഹുൽ മണിറ്റു. ഇനി മൻ, ഇവിടെ വേറെ ആൾ കൂടി ഉണ്ടല്ലോ. അവനൊരാളിങ്ങനെ ഓർമ്മ വരികയാണ്. ആരാണ്? അന്നഹു യുഫക്കിറൻ ജുന്ദി. ആരായിട്ട് ഓർമ്മ വരുന്നത്? അപ്പം നമ്മൾ ടീച്ചർ അവനോട് ചോദിക്കുകയാണ് മാതാ തുഫക്കിർ, വാട്ട് ഡു യു തിങ്ക് യാ സൽമാൻ. സൽമാനെ, നീ എന്താ ആലോചിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ സൽമാൻ എന്തായിട്ട് അഭിനയിക്കുന്നു പറഞ്ഞു? സകൂനു ജുന്ദിയൻ. ജുന്തി എന്താന്ന് സാറ് നേരത്തെ പറഞ്ഞില്ലേ? മൻ ജുന്തി, ആ സൈനികനാണല്ലേ ജുന്തി. ജുന്തിമൻ സോൾജർ. സകൂനു ജുന്തിയൻ, ഞാൻ ആരാകാം? സൗമസ്സിലു ജുന്തിയൻ, ഞാൻ ജുന്തിയായിട്ട് അഭിനയിക്കാം. എന്തുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ ആഗ്രഹിച്ചത്? എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ സൽമാൻ അങ്ങനെ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് അറിയോ? അന്നഹു വഖഅ ഫീ ഖതരി. അവനൊരു ഒരിക്കതുപോലൊരു അപകടത്തിൽപ്പെട്ടിരുന്നു. അന്ന് അവനെ രക്ഷിച്ചത് ആരായിരുന്നു? ഒരു ജുന്തിയായിരുന്നു അല്ലേ. അപ്പോൾ ജുന്തി എന്ന് പറയുന്നത് ഒരു നല്ല നല്ല അനുഭവമുള്ള ജോലിയാണ് അല്ലേ. അപ്പോൾ ആ കുട്ടിക്ക് അതുപോലെ തോന്നി, ഞാനും ഒരു ജുന്തിയാകണമെന്ന് ആ കുട്ടിക്ക് തോന്നി. ആർക്ക് തോന്നി? സൽമാന് തോന്നി അല്ലേ കേട്ടോ. അപ്പോൾ എന്നെ രക്ഷിച്ച ആ ജുന്തിയെ പോലെ എനിക്കും നാട്ടുകാരെ രക്ഷിക്കണം എന്ന മനസ്സോടുകൂടി നമ്മുടെ സൽമാൻ എന്താകാൻ തീരുമാനിച്ചു? ജുന്തിയായി അഭിനയിക്കാൻ തീരുമാനിച്ചായിരിക്കും അല്ലേ. ഓക്കെ, നമുക്കിനി ഹുനാക്ക ബഅദു അത്തംരീനാത്ത് തദ്രീബാത്ത്, നമുക്ക് കുറച്ച് പരിപാടികളുടെ ഒരു ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. നുറാജിഉൻ നസ്സ വനക്തുബ്, നമ്മൾ പഠിച്ച പാഠഭാഗം നോക്കി ഉത്തരം കൊടുക്കണം. മാ ബറാമിജ് യൗമുൽ ഇസ്തിഖ്ലാൽ. ബറാമിജ് യൗമുൽ ഇസ്തിഖ്ലാൽ, ബറാമിജ് എന്താണെന്നാ പറഞ്ഞ സാറ്? പ്രോഗ്രാംസ് അല്ലേ. അപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിന് എന്തൊക്കെ പ്രോഗ്രാംസാണ് ഉള്ളത്? എന്തൊക്കെ പ്രോഗ്രാംസാണ് മക്കളെ ഉണ്ടായിരുന്നത്? നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. ഏതൊക്കെ പ്രോഗ്രാംസാ അല്ലേ? ഒന്ന് ഇഅദാദുൽ അലം, സുമ്മ ഇഅദാദുൽ മജല്ല, സുമ്മ അത്തംസീൽ, സുമ്മ അൽ ഇൻഷാദ്. ഈ 4 പ്രോഗ്രാംസ് എവിടെ എഴുതണം മക്കള്? ഇവിടെ എഴുതണം കേട്ടോ. ഇവിടെ എഴുതി വെക്കണം. സാർ കാണിച്ചു തന്നില്ലേ? അത് എഴുതുക. ഓക്കെ, അതാണ് 4 പ്രോഗ്രാംസ്. വേറെയും പ്രോഗ്രാംസ് മക്കൾ എഴുതാം. പിന്നെ ഒരു ആക്ടിവിറ്റി കൂടി, തഹദ്ദസ് വനക്തുബ്, നമുക്ക് വായിക്കാം, പറഞ്ഞ് എഴുതാം. മൻ യുമസ്സിൽ മഹാത്മാഗാന്ധി. ആരാ ഗാന്ധിയായിട്ട് അഭിനയിക്കുന്നത്? അന ഉമസ്സുൽ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞത് ആരാണ്?
അങ്ങനെ ഉമസ്സിൽ എന്ന് പറഞ്ഞത് ആരാ? അജ്മൽ അല്ലേ? ആരാണ്? അജ്മൽ. അപ്പോൾ എഴുതാം, അജ്മൽ എന്നിവിടെ എഴുതണം. മൻ യുമസ്സിൽ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആരാകുന്നാണ് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞത് ഈ കുട്ടിയില്ലേ, അവനോട് ടീച്ചർ എന്താ പറഞ്ഞത്? യാ രാഹുൽ. അപ്പം രാഹുലാണ് എന്താണ് ഞാൻ ജവഹർലാൽ നെഹ്റു ആകാ എന്ന് പറഞ്ഞത്. മൻ യുമസ്സിലിൽ ജുന്തി. ജുന്തി ആരാന്നാകാന്ന് പറഞ്ഞത്? ആരാണ്? സൽമാൻ. മൻ സൽമാൻ. അപ്പം 3 പേരുടെയും പേര് മക്കൾ ഇവിടെ എഴുതണം, ഇതിൽ എഴുതണം കേട്ടോ. ഓക്കെ. അങ്ങനെ യൗമുൽ ഇസ്തിഖ്ലാലിൽ നിന്ന് അവരെല്ലാവരും ചേർന്നൊരു പാട്ടങ്ങോട്ട് പാടി. നമുക്ക് ആ പാട്ട് കേൾക്കാം. മൻ ഹുവ ഹൽ താരിഫൂൻ. നേരത്തെ പറഞ്ഞു ഹുവ മഹാത്മാഗാന്ധി. മൻ ഹുവ? ഹുവ മഹാത്മാഗാന്ധി. ഹുവ അബുൽ വത്തൻ. അദ്ദേഹം ആരാണ്? നമ്മുടെ രാഷ്ട്രപിതാവാണ് അല്ലേ? രാഷ്ട്രപിതാവ്. ഓക്കെ. രാഷ്ട്രപിതാവിനെ കുറിച്ചുള്ള പാട്ട് കേൾക്കാം നമുക്ക്. യാ ഷഹീദൽ വത്തൻ യാ സഈമൽ വത്തൻ യാ അമീറൽ ഉമം യാ മുഖീമൽ ഖിയം അൻത റംസുൽ കറം അൻത കൻസുൽ ഹിമം സിർത നൂറൽ അമൻ ഫീ സബീലിൽ വതൻ. പാടൂ മക്കൾ കൂടെ പാടിക്കേ. യാ ഷഹീദൽ വത്തൻ യാ സഈമൽ വതൻ യാ അമീറൽ ഉമം യാ മുഖീമൽ ഖിയം അൻത റംസുൽ കറം അൻത കൻസുൽ ഹിമം സിർത നൂറൽ അമൻ ഫീ സബീലിൽ വതൻ. സിമ്പിൾ അല്ലേ പാടാൻ? പാടണം കേട്ടോ, എല്ലാവരും പാടി പഠിക്കണം. ഇത് പാടി പഠിച്ചാൽ മതി. എല്ലാവരും പാടി പഠിക്കില്ലേ? ഓക്കെ. ഇത് എന്നിട്ട് സ്വാതന്ത്ര്യദിനത്തിന്, അടുത്ത സ്വാതന്ത്ര്യദിനത്തിനോ മറ്റോ നിങ്ങൾ പാടുകയും വേണം കേട്ടോ. ടീച്ചർക്ക് പറഞ്ഞ് കേൾപ്പിക്കണം. ഓക്കെ. എന്നിട്ട് നമുക്കിവിടെ കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട്. എന്താണ്? മൻഹാദ. മൻഹാദ എന്താ ചോദിച്ചത്? നമ്മുടെ മൻഹാദ. എന്താ മൻഹാദ എന്ന് പറഞ്ഞാൽ? ഇതാരാണ്? ഈ ബോയ് ചോദിക്കുകയാണ്. മൻഹാദ, ഇതാരാണ്? മൻഹാദ ഹാദാ മഹാത്മാഗാന്ധി. നമ്മൾ മറുപടി പറയാണ് അല്ലേ? അപ്പോൾ ഗൂഗിൾ മറുപടി പറഞ്ഞത് ഹാദാ മഹാത്മാഗാന്ധി അല്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഹാദയ്ക്ക് പകരം ഇവിടെ വേറൊരു വാക്കാ വന്നിരിക്കുന്നത്, ഹാദിഹി. ഇത് എന്ന് തന്നെയാണ്. ഇത് മഹാത്മാഗാന്ധി ഒരു ബോയാണ് അല്ലേ? ഇത് നമ്മുടെ ആരാണിത്? വല്യമ്മയാണ്, ഒരു ഗേളാണ്. അപ്പോൾ ഹാദ പറയരുത്, എന്ത് പറയണം നമ്മൾ? ഹാദിഹി എന്ന് പറയണം. അപ്പോൾ അതോടൊപ്പം ഇത് ആരാണെന്ന് ചോദിക്കണ്ടേ? അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണെന്ത്? മൻ. ആ മന് നമുക്ക് ഇവിടെയും കൂടി ചേർക്കാം. മനസ്സിലായോ? അപ്പോൾ മൻ ഹാദിഹി. അപ്പം എന്ത് മറുപടി? ഹാദിഹി ജദ്ദത്ത്. എന്ത് പറയണം? ഹാദിഹി ജദ്ദത്ത്. ഇത് വല്യമ്മയാണ്. നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ അടുത്ത് തിരിച്ച് ചോദിച്ച് പറയണം മൻ ഹാദ. നിങ്ങളുടെ കൂട്ടുകാരനെ ചൂണ്ടി പറയണം മൻ ഹാദ. പാവം മറുപടി പറയും, അടുത്തുള്ളവർ പറയും ഹാദാ ഹാദാ മുജീബ്, ഹാദാ നിഹാൽ അല്ലേ? എന്നാൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഗേളിനെ പിടിച്ചിരുത്തി പറയണത് മൻ ഹാദിഹി. ഇത് ആരാണ്? ഹാദിഹി ഫാത്തിമ, അല്ലെങ്കിൽ ഹാദിഹി ഷംല, അങ്ങനെ പറയണം കേട്ടോ. അപ്പൊ എന്ത് ആര് എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക് ഏതാണ് മക്കളെ? മൻ. പക്ഷെ ആ എന്ത് ഇത് എന്ന് ചോദിക്കാൻ ചിലപ്പോൾ നമ്മൾ ഹാദ പറയും, ചിലപ്പോൾ ഹാദിഹി പറയും. ഹാദ പറയുന്നത് ചോദിക്കുന്ന ആള് ബോയ് ആയിരിക്കുമ്പോഴാണ്, ഹാദിഹി പറയുന്നത് ഗേൾ ആയിരിക്കുമ്പോഴാണ് അല്ലേ? ഇനി അടുത്ത ആളോ? ഇതാരാണ്? ഹുവ ജവഹർലാൽ നെഹ്റു അല്ലേ? അദ്ദേഹം ഒരു ബോയ് അല്ലേ? അപ്പൊ നമ്മൾ മൻ ഹാദയാണോ മൻ ഹാദിഹി ആണോ? മൻ ഹാദ അല്ലേ? മൻ ഹാദ. ഹാദ എന്ന് ഇവിടെ ചേർക്കണം. ഹാദ ജവഹർലാൽ നെഹ്റു. മൻ ഹാദ. ഹാദ ജവഹർലാൽ നെഹ്റു. സിമ്പിൾ അല്ലേ? ഇനി ഇവിടെ ആരാ? ഇത് മൻ ഹാദ. ഹാദ ജുന്ദിയുൻ. സാർ ഉത്തരവും പറഞ്ഞു അല്ലേ? അപ്പോൾ മൻ ഹാദ. ഹാദ ജുന്ദിയുൻ. ഓക്കെ. മൻ എന്ന ചോദ്യം മക്കൾ പഠിക്കണം. മൻ എന്ന് പഠിക്കണം, ഹാദയും ഹാദിഹിയും പഠിക്കണം. സിമ്പിൾ അല്ലേ? സിമ്പിൾ. ഇനി നമുക്ക് കുറച്ച് വാക്കുകൾ പഠിക്കാം. ഏതൊക്കെയാണ്? നഖറ, നമുക്ക് വായിക്കാം. അവലൻ മഹദ.
അസലുൻ. അയ്യു ലഫ്ദിൻ ഔ അയ്യു ഹർഫിൻ ഹാദാ? അയ്യു ഹർഫിൻ ഹാദാ? ഹാദാ അ. ഏതാണ്? അ. മക്കൾ ആ എന്ന് ശരിക്കും ഇങ്ങനെ പഠിച്ചിട്ടുള്ളത് അല്ലേ? പക്ഷെ ഈ ആ എന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? അത് ഈ ആയില്ലേ, ഇതിൻ്റെ ഈ ഭാഗം മുറിച്ച് കളഞ്ഞതാണ്. മനസ്സിലായോ? സാർ ഒരു വീഡിയോ കാണിച്ചു തരാം, മക്കൾ ശ്രദ്ധിച്ചോ കേട്ടോ. هكذا نكتب حرف العين في أول الكلمة. കണ്ട, തുടക്കത്തിൽ വരുമ്പോൾ നമ്മൾ ആ എന്ന വാക്ക് ഒരു വാക്കിൻ്റെ കൂടെ എഴുതുമ്പോൾ ആ തുടക്കത്തിലാണെങ്കിൽ അതിൽ ഇങ്ങനെ എഴുതണം. എങ്ങനെ എഴുതണം? ഇത് കണ്ടോ, സാറോട് വരച്ച് കാണിച്ചതാ. ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കണം. മനസ്സിലായോ? ആ. ബാക്കിയോ? وهكذا نكتب حرف العين في وسط الكلمة. ഇടയ്ക്കാണെങ്കിൽ ഇത് ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ചിലപ്പോൾ ഇങ്ങനെയും വരും. തുടക്കത്തിലുള്ള പോലെ വരും. അതിൻ്റെ വാക്കുകൾ കാണിക്കും കേട്ടോ. അടുത്തതോ? وهكذا نكتب حرف العين في آخر الكلمة. അവസാനത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം അല്ലേ? ഇങ്ങനെ എഴുതാം, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ എഴുതാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ വാക്കുകൾ. ഇത് നോക്കിയാൽ നിങ്ങളുടെ ബുക്കിലുണ്ട്. ഇത് കണ്ടോ? ഇത് തുടക്കത്തിൽ വന്നിരിക്കുകയാണ് അല്ലേ? അസലുൻ. ഇതെന്താ വായിക്കുക? മിൽ അഖതുൻ. മിൽ ആ ഇടയ്ക്കിരിക്കുന്നുണ്ടില്ലേ? ഇടയ്ക്കിരിക്കുമ്പോൾ സാർ നേരത്തെ കാണിച്ച പോലെ എങ്ങനെ എഴുതണം? ഇങ്ങനെ എഴുതണം. ഒന്നും കൂടി വരച്ച് കാണിക്കാം. ഇങ്ങനെ എഴുതണം. കണ്ടോ? മിൽ അഖത്ത്. പിന്നെ അവസാനത്തിൽ ചേർത്ത് എഴുതിയിരിക്കുന്നുണ്ടോ? കണ്ടോ? റബീഉൻ. ഇതുപോലെ എഴുതി പഠിക്കണം കേട്ടോ മക്കളെ. റബീഉൻ. പിന്നെ സിറാഉൻ. അവസാനത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു അല്ലേ? ഇത് ചേർന്നിരിക്കണു, ഇത് ഇടയ്ക്കിരിക്കണു, ഇത് ഫസ്റ്റ് ഇരിക്കണു, ഇത് അവസാനത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു അല്ലേ? പിന്നെ അതുപോലെ തന്നെയാണ് ഗായും. ഗായും ഗാ നോക്കാം നമുക്ക്. ആ വീഡിയോ ഒന്നും കൂടി കാണാം. هيا نتعرف الآن على كلمات في أولها حرف العين. عنكبوت. കണ്ട? അൻകബൂത്ത്. അൻകബൂത്ത് ആ തുടക്കത്തിൽ കണ്ടില്ലേ? ഞാൻ അടുത്തത് നോക്കിക്കോട്ടോ. ആ അടയ്ക്ക് സുഅബാൻ. പിന്നെയോ? സിറാ. കണ്ടോ? അവസാനത്തിൽ വന്നിരിക്കുന്നു. ഇനി ഗൈനും ഇതുപോലെ തന്നെയാണ്. കണ്ടോ? وهكذا نكتب. ആകെ വ്യത്യാസമുള്ള എന്താണ്? ഐനിനേക്കാളും ഇവിടെ ഒരു കുത്തധികമുണ്ട്. ഈ കുത്തിട്ടാൽ മതി. ബാക്കിയൊക്കെ നമ്മുടെ ഐൻ എഴുതുന്ന പോലെ തന്നെയാണ് ഗൈനും എഴുതുന്നത്. സിമ്പിൾ അല്ലേ? സിമ്പിൾ പരിപാടി കേട്ടോ. ഇനി നോക്കാം അതിന്റെ വാക്കുകൾ നമുക്ക് നോക്കാം. ഓരോന്ന് حرف الغين في آخر الكلمة. هيا نتعرف الآن على كلمات في أولها حرف الغين. غراب. കണ്ടോ? ഐൻ ഗുറാബ് ഇടയ്ക്ക് അല്ല, ആ തുടക്കത്തിൽ. പിന്നെയോ? ഇതാണ് മിഗ്നാത്തീസ്. മാഗ്നറ്റ് നിന്ന്. പിന്നെയോ? ആഖിൽ കൽമ സിബഗ് പെയിന്റ്. നമ്മുടെ ബുക്കിലും അതുപോലെ ഉണ്ട്. കണ്ടോ? ഇഗ്റാ എന്ന് പറഞ്ഞാൽ പശ. ബബ്ഗാ തത്തമ്മ. സംഗ് ദിമാഗ്. ഇത്രയും വാക്കുകൾ മക്കൾ എഴുതി ഈ ഐന് കറക്റ്റ് ആക്കണം കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതാണല്ലോ ഇവിടെ ഐന്. ഈ ഐന് ഇതിന് കളർ കൊടുക്കണം. വൃത്തിയായിട്ട് മക്കൾ കളർ കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? ഇത് ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൊടുക്കണം. പിന്നെ ഇത് അവസാനത്തിൽ ഇങ്ങനെ വരയ്ക്കണം. പിന്നെ ഇതും അവസാനത്തിൽ ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. സാറ് മൗസ് കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടി ശരിയാവാത്തത് മക്കൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആവും കേട്ടോ. ഇനി നമുക്ക് ആ വാക്കുകൾ കൂട്ടി എഴുതാം. എങ്ങനെ എഴുതാം? ആഫുൻ. ഇവിടെ ഏത് ആയ വരിക? അവിടെ കണ്ടില്ലേ? തുടക്കത്തിൽ വരുന്നത് നമ്മളെ ഇങ്ങനെ ആഫ് ഉൻ കേട്ടോ. സാറൊന്ന് എഴുതി വെക്കാം. ആഫുൻ. ആഫ് ഉൻ.
ഓക്കെ. പിന്നെ ലഗ്സുൻ, ഇത് ഇടയ്ക്കാണ് അല്ലേ ഗാ കിടക്കണം. അപ്പോൾ നമ്മൾ ല ഇങ്ങനെ വരും. ഓക്കെ അല്ലേ? ലഗ്സുൻ, ലഗ്സുൻ. ثم ماذا ബദീഉൻ, ബദീഉൻ ഐന അവസാനത്തിൽ അല്ലേ. അപ്പോൾ നമ്മൾ ബദീ ഇങ്ങനെ വെച്ചിട്ട് ബദീ ഐൻ, ഐൻ ഇങ്ങനെ ചേർന്നിരിക്കും. അടുത്തതോ ഷിറാഉൻ. അപ്പം എങ്ങനെ വരിക? ഈ ഐന് ഒറ്റയ്ക്കിരിക്കും. എങ്ങനെ നോക്കാം നമുക്ക്? ഷി റാഉൻ. കണ്ടോ? ഇങ്ങനെ സിമ്പിളായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. എഴുതില്ലേ? അപ്പം ഇത്രയാണ് സാർ ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മക്കളൊരു കാര്യം കൂടി ചെയ്യണം. നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ എത്രാമത്തെ പേജ്? 38ാമത്തെ പേജിൽ ആക്ടിവിറ്റി ബുക്ക് ഉണ്ടല്ലോ, അതിലും ഈ ആ എഴുതി പഠിക്കണം. ആ അഗ കേട്ടോ. ഇവിടെ കുറേ വാക്കുകൾ എഴുതാനുണ്ട്. ഉഊദ്, മിൽഅഖത്ത്, ഷംഅ്, സിബാഗ്. അത് ഇവിടെ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് എഴുതണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത് മക്കൾക്ക്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.